ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈപ്രോ. നമുക്ക് എസ്ഒ ബയോളജിയുടെ സിലബസിൽ എന്തൊക്കെയാണ് മാറ്റം ഉള്ളത്? ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബോട്ടണിയുടെ കുറേ സിലബസ് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടണി സ്റ്റുഡൻസിന് അതൊരു വിഷമമായിട്ടുണ്ടാകും, സുവോളജി സ്റ്റുഡൻസിന് അതൊരു സന്തോഷമായിട്ടുണ്ടാകും അല്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ടാക്സോണമി, മോർഫോളജി ഓഫ് ആൻജിയോസ്പേംസ് ആൻഡ് എക്കണോമിക് ബോട്ടണിയാണ്. പക്ഷേ അതിൽ സിസ്റ്റമാറ്റിക്സ് ആണ് കൂടുതൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഈ എക്കണോമിക് ബോട്ടണിയും അതിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള, അതുപോലെ തന്നെ ആൻജിയോസ്പേംസിൻ്റെ മോർഫോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ടാക്സോണമിയോ ഒന്നും കൊടുത്തിട്ടില്ല. 2 മാർക്ക് ഉണ്ട് അതിന് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കി പഠിക്കുക. അപ്പോൾ ഇതിൽ ചിലപ്പോൾ എക്കണോമിക് ബോട്ടണിയും പഠിക്കേണ്ടി വരും, ടാക്സോണമി ഓഫ് ആൻജിയോസ്പേംസും ചിലപ്പോൾ ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം മോഡ്യൂൾ 1ൻ്റെ ഹെഡിങ്ങേ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിക്സ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 6 മാർക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ പഠിക്കാതെ വിടാൻ പാടില്ല, ഇത് നന്നായിട്ട് നോക്കുക. പിന്നെ അടുത്തത് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്താണ്? നമുക്ക് ഡയറക്റ്റായിട്ട് മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ. ഒത്തിരി പഠിക്കാനില്ല. ഓരോരോ ഇൻസ്ട്രുമെൻറ്റേഷനും കാര്യങ്ങളും അതിൻ്റെ പ്രൊസീജിയേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയാവും. പിന്നെ അടുത്തത് ബയോകെമിസ്ട്രി ആൻഡ് പ്ലാന്റ് ഫിസിയോളജി അല്ലേ, മോഡ്യൂൾ 4. അപ്പോൾ ഇതിൽ ബയോകെമിസ്ട്രിയാണ് മേജർ പോർഷനായിട്ട് വന്നേക്കുന്നത്. ഒരു ചെറിയ ഒരു ഏരിയയിലാണ് പ്ലാന്റ് ഫിസിയോളജി വന്നേക്കുന്നത്. എന്നാലും പഠിക്കാതിരിക്കാൻ പറ്റില്ല, പ്ലാന്റ് ഫിസിയോളജി ഫുൾ തന്നെ പഠിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതലും എന്താണ്, മോളിക്കുലാർ ബയോളജി, ബയോടെക്നോളജി, ഇമ്മ്യൂണോളജി, മൈക്രോബയോളജി അങ്ങനെയുള്ള ഏരിയകളാണ് നമ്മൾ ഇതിൽ കൂടുതൽ കാണുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ വീഡിയോ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിൽ നിന്നൊക്കെയാണ് വന്നേക്കുന്നത്. വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെയാണെന്നുള്ള വീഡിയോ നിങ്ങൾ നേരത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ സെൽ ബയോളജി ആൻഡ് മോളിക്കുലാർ ബയോളജി എത്ര മാർക്കുണ്ട്? 8 മാർക്കുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പഠിക്കാൻ. അടുത്തത് എന്താണ്? ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ ബയോളജി 6 മാർക്കുണ്ട്. പിന്നെ ജെനറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്, 8 മാർക്കുണ്ട്. പിന്നെ മൈക്രോബയോളജി, എക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ 6 മാർക്ക്. പിന്നെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ബോട്ടണി 1 മാർക്ക്. ഇത്രയാണ് വന്നിരിക്കുന്നത് ബോട്ടണിയിൽ കേട്ടോ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഏതൊക്കെയാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ടാക്സോണമി പഠിക്കണ്ട, ഓക്കെ, അതിന് സമയമില്ലെങ്കിൽ അത് പഠിക്കണ്ട, 2 മാർക്കേ ഉള്ളൂ എന്ന് വിചാരിക്കാം. നിങ്ങൾ ബോട്ടണിക്കാർക്ക് പിന്നെ അത് ബുദ്ധിമുട്ടില്ല അല്ലേ, നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നവരായിരിക്കും. പിന്നെ റിസർച്ച് മെത്തഡോളജി പഠിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലേ, പ്ലാന്റ് ഫിസിയോളജി, മോളിക്കുലാർ ബയോളജി എല്ലാം അതിന് കുറച്ച് ഹയർ മാർക്ക് ഉള്ളതാണ്. പിന്നെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ബോട്ടണി മാത്രമേ ഉള്ളൂ 1 മാർക്ക്. അതും നമുക്ക് ക്വസ്റ്റ്യൻസ് ഏകദേശം അറിയാവുന്ന ഒരു ഏരിയ, കുറച്ച് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്നതായിരിക്കും. ഓക്കെ, റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ്, ഇപ്പോൾ പുതിയ ജീനോം ഏതാണ് സീക്വൻസ് ചെയ്തത്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ റീസെൻറ്റ് ഡെവലപ്മെൻറ്റിൽ ചോദിക്കാം. അടുത്തത് സുവോളജി 50 മാർക്ക്. ഓക്കെ, എന്തൊക്കെയാ? ആനിമൽ ഡൈവേഴ്സിറ്റി ആൻഡ് എവല്യൂഷൻ 5 മാർക്ക്. ഇവർ എത്തോളജിയൊക്കെ ഡിലീറ്റ് ചെയ്തു അല്ലേ, നേരത്തെ സിലബസിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. സുവോളജിയിൽ അധികം ഡിലീഷൻ വന്നിട്ടില്ല, എത്തോളജി അവർ ഡിലീറ്റ് ചെയ്തു. ബോട്ടണിയിൽ ഒന്നുമില്ല അല്ലേ, ആൽഗി ഇല്ല, ഫംഗസ് ഇല്ല, ബ്രയോഫൈറ്റ്സ് ഇല്ല, ടെറിഡോഫൈറ്റ്സ് ഇല്ല, ജിംനോസ്പേംസ് ഇല്ല, എല്ലാം ഒഴിവാക്കി. ബോട്ടണിയുടെ കോറായിട്ടുള്ള ഏരിയ ഫുള്ള് ഇവർ കളഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. കാരണം ബോട്ടണി സ്റ്റുഡൻസിന് അവരുടെ എപ്പോഴും ഒരു സ്ട്രോങ് പോയിൻ്റ് ആയിരിക്കും ആ ഏരിയ അല്ലേ. അതിൽ നിന്ന് എന്ത് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും ബോട്ടണി സ്റ്റുഡൻസിന് അത് എഴുതാൻ ഈസി ആയിരിക്കും അല്ലേ. പക്ഷേ അവരുടെ സിലബസ് അല്ലേ, ബോട്ടണിക്കാരുടെ കുറേ കട്ട് ചെയ്തു. അപ്പോൾ സുവോളജിക്കാർക്കാണ് അല്ലേ കുറച്ച് കൂടുതൽ എന്ന് നമുക്ക് പറയാം. എന്നാലും അവർക്കും അധികം ഇല്ല. ആനിമൽ ഡൈവേഴ്സിറ്റി എവല്യൂഷന് മാത്രമേ ഉള്ളൂ സുവോളജി. ആകെ ഒരു 5 മാർക്ക് അല്ലേ നമുക്കിപ്പോൾ പറയാം സുവോളജി എന്നുള്ള കാര്യം. ബാക്കി ഇപ്പോൾ എല്ലാ സബ്ജക്റ്റുകാരും പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ബയോഫിസിക്സ് 3 മാർക്ക്. നമ്മളപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ നേരത്തെ ഉണ്ട് അല്ലേ, അപ്പോൾ ആ ഏരിയ നമുക്ക് ഡബിൾ പഠിക്കേണ്ട ഏരിയ ആണ് അല്ലേ. ബയോഫിസിക്സ് നമ്മൾ 2ലും കണ്ടു ബയോഫിസിക്സ് അല്ലേ, അപ്പോൾ അത് പഠിച്ചോ. പിന്നെ ആനിമൽ ഫിസിയോളജി അല്ലേ, കോറായിട്ടുള്ള ഏരിയ 12 മാർക്ക്. 12 മാർക്ക് നേരത്തെ അങ്ങനെ ഒന്നിലും വന്നിട്ടില്ല. ഈ 12 മാർക്കും കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ആനിമൽ ഫിസിയോളജി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പോലെ ഒക്കെ പഠിക്കാൻ
പറ്റിയ ഒരു ഏരിയയാണ് ആനിമൽ ഫിസിയോളജി. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും വരും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. നന്നായിട്ട് പഠിക്കുക. പിന്നെ അടുത്ത ഒരു ഏരിയ ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജിയിലും ഡീപ്പായിട്ട് തന്നെയുള്ള സ്റ്റഡി ആവശ്യമാണ്. 10 മാർക്കുണ്ട്. പിന്നെ ആനിമൽ ബയോടെക്നോളജി. ആനിമൽ ബയോടെക്നോളജി സിമ്പിളായിട്ടുള്ള ഒരു ഏരിയയാണ്. അത് നിങ്ങൾ കുറച്ച് ആനിമൽ ടിഷ്യൂ കൾച്ചറും അതുപോലെ തന്നെ ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്സും അങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് ആനിമൽ ബയോടെക്നോളജി. പിന്നെ അടുത്തത് എന്താണ്? ഡെവലപ്മെൻറ്റൽ ബയോളജി അല്ലേ. ഡെവലപ്മെൻറ്റ് ബയോളജിയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഗ്യാമറ്റോജെനസിസും കാര്യങ്ങളും ഒക്കെ. അതും തെറ്റിപ്പോകാനുള്ളൊരു സാധ്യത മാത്രമേ ഉള്ളൂ അല്ലേ. പഠിച്ച് കഴിയും. ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് oocyte അതിൽ അറസ്റ്റ് ആവുന്നത് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പ്രൊഫേസ് ആണോ ഇനി മെറ്റാഫേസിൽ അങ്ങനെ ഇപ്പോൾ സെക്കൻഡറി oocyte അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കുറച്ച്, അതെല്ലാം ഡീപ്പായിട്ട് പഠിച്ചോളണം. പിന്നെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ സുവോളജി, അതിൽ നിന്ന് 2 മാർക്ക്. നമുക്കിപ്പോൾ ഏതായിരിക്കും പുതിയ സ്പീഷീസൊക്കെ ഇഷ്ടംപോലെയൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാം ഈ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ സുവോളജി എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബോട്ടണി കണ്ടോ, നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ടാക്സോണമി, പിന്നെ ഏതാണ് മോർഫോളജി ഓഫ് ആൻജിയോസ്പേംസ് ആൻഡ് എക്കണോമിക് ബോട്ടണി. ഈ കൊടുത്തേക്കണ ഒന്നുമല്ല അല്ലേ, സിസ്റ്റമാറ്റിക്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, നേരത്തെ ഈ ഒരു സെയിം തന്നെ സുവോളജിയിലും ഉണ്ടായിരുന്നു, പക്ഷേ അത് ഡിലീറ്റ് ആക്കി അല്ലേ പുതിയ സിലബസ് വരുമ്പോഴത്തേക്കും. അപ്പോൾ കുറച്ചധികം പഠിക്കുന്നുണ്ടല്ലേ സ്റ്റുഡൻസ്, വലിയൊരു സിലബസ് ആയിരുന്നു, കുറച്ച് ഒഴിവാക്കിയേക്കാം എന്നോർത്ത് അവർ ഒഴിവാക്കിയായിരുന്നു. പക്ഷേ ബോട്ടിക്കാരുടെ കുറച്ച് ടോപ്പിക്കും കൂടി ഇടണ്ടായിരുന്നു, അവർക്കൊരു വിഷമമല്ലേ. ഇനി നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വേണമെങ്കിലല്ലേ അവർക്ക് വേണമെങ്കിൽ കുറച്ച് മോളിക്കുലർ ബയോളജി ഒഴിവാക്കായിരുന്നു. ഇനി അടുത്തത് റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിക്സ്. ഇത് ഇപ്പോൾ റിസർച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഏരിയ പഠിക്കേണ്ട ആവശ്യമില്ല, എളുപ്പമായിരിക്കും അല്ലേ. അതായത് നിങ്ങളുടെ PhD സമയത്ത് കോഴ്സ് വർക്കും അതുപോലെ തന്നെ MPhil ചെയ്തേക്കണവരൊക്കെ ഓൾറെഡി ഈ ഏരിയ പഠിച്ച് അതിനായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമിനേഷൻ, നമുക്കിവിടെ ഒരു ചെറിയ ഏരിയ ഉള്ളൂ, ഇതെല്ലാം ഫുള്ളായിട്ട് പഠിച്ച് അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരായിരിക്കും അല്ലേ. അങ്ങനെയുള്ളവർക്ക് ഈസി ആയിരിക്കും, ജസ്റ്റ് ഒന്ന് അല്ലേ ഈസി ആയിട്ടൊന്ന് വായിച്ച് പോയാൽ മതിയാവും. അല്ലാത്തവർ നന്നായിട്ടൊന്ന് ടെക്സ്റ്റൊക്കെയാണ് നിങ്ങൾ റെഫർ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ കോത്താരിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അങ്ങ് പഠിച്ച് ഒന്ന് ജസ്റ്റ് റീഡ് ചെയ്തൊക്കെ പോവുക. റിസർച്ച് മെത്തഡോളജി നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതൊരു ഉറക്കം വരുന്ന ടോപ്പിക്കായിരിക്കും, പക്ഷെ ഒന്ന് എന്താണ് ഏതാണ് റിസർച്ച് എന്നൊക്കെ ഒന്ന് അറിയാൻ സാധിക്കും. 6 മാർക്കുണ്ട്. നമുക്ക് മാർക്കാണല്ലോ ഏറ്റവും വലുത്. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഇപ്പോൾ റിസർച്ചൊക്കെ ഏതൊക്കെ ടൈപ്പാണ്, നോളജ് എങ്ങനെയാണ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്, ഡേറ്റ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സയൻറ്റിഫിക് മെത്തേഡ്, റിസർച്ചിൻ്റെ കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയൊക്കെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അതുപോലെ ഒരു റിസർച്ച് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഡേറ്റ എടുക്കുന്നതും ഡേറ്റ അനാലിസിസ്, അതൊക്കെയാണ് നമ്മുടെ ഈ റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിക്സ് വരുന്നത്. അപ്പോൾ റിസർച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഏരിയ ഈസി ആയിരിക്കും. ഓക്കെ, ലാബ് പ്രോട്ടോകോൾസ്, ലാബ് ആനിമൽ യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ബയോസ്റ്റാറ്റിക്സ് നമ്മളൊരു റിസർച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടെത്തിയ ആ ഫൈൻഡിങ്സൊക്കെ എങ്ങനെയാണ്, അത് എങ്ങനെയെങ്കിലും നമുക്ക് അല്ലേ അതിനൊരു കറക്റ്റ് ഒരു വാല്യൂ വരുന്നത്, നമ്മളുടെ കണ്ടെത്തലുകൾ കറക്റ്റാണെങ്കിൽ, അല്ലെങ്കിൽ അത് കറക്റ്റാണെന്ന് ബാക്കിയുള്ളവർ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യണം അല്ലേ. ഇതായിട്ട് അല്ലേ എത്രത്തോളം ഉണ്ട് അതിൻ്റെ വേരിയേഷനും കാര്യങ്ങളും നമ്മുടെ ഏതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും റിസർച്ച് അനുസരിച്ച് നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ വ്യത്യാസമായിരിക്കും. എല്ലാവർക്കും എല്ലാ ടെസ്റ്റുകളും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അനോവ ടെസ്റ്റ് നമ്മുടെ ഒരു വർക്ക് അനുസരിച്ച് ഓക്കെ എങ്ങനെയാണ്, അതനുസരിച്ച് വേണം നമ്മൾ chi-square ആണോ ചെയ്യേണ്ടത്, അനോവയാണോ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ നമ്മളൊരു റിസർച്ച് പർപ്പസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ടെസ്റ്റ് വേണം ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മൾ ഇത്രയും റിസർച്ച് ചെയ്ത് ഇത്രയും ഡേറ്റ ഉണ്ട്, നമുക്ക് പോയിട്ട് എന്നാൽ ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അനോവ ചെയ്യാം എന്ന് നമ്മൾ ചുമ്മാ അങ്ങ് പറ്റില്ല അല്ലേ. നമ്മൾ ശരിക്കും അനലൈസ് ചെയ്യണം നമ്മുടെ വർക്കിന് ഏത് ടെസ്റ്റാണ് റെലവൻറ്റ്. അപ്പം നിങ്ങൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കണം. എന്താണ് മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് കഴിഞ്ഞ് കോറിലേഷൻ, റിഗ്രഷൻ അനാലിസിസ്, അതിനൊക്കെ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യണത്. നമ്മൾ SPSS, അതുപോലെ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് R സോഫ്റ്റ്വെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കുക ഈ ഏരിയയിൽ. ഓക്കെ, ഏത് ടെസ്റ്റ് നമ്മൾ ചെയ്യും.
പിന്നെ അത് എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡ് എന്നും കൂടി നിങ്ങൾ നോക്കിക്കോ. കാൽക്കുലേഷൻ ഒത്തിരി ഇപ്പോൾ കൈ സ്ക്വയറൊക്കെ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാനുള്ള ടൈമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരില്ല. പക്ഷേ ചിലപ്പോൾ നമുക്കിപ്പോൾ മീൻ, മോഡ്, മീഡിയൻ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷൻ നമുക്ക് പെട്ടെന്ന് കൂട്ടി അല്ലേ അത് പിന്നെ ഡിവൈഡ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. പിന്നെ അടുത്തതാണ് ബയോഫിസിക്സ്. അതിൽ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമൊന്നും നോക്കുക, ഡിഫ്യൂഷൻ ആൻഡ് ഓസ്മോസിസ്. നമ്മളിപ്പോൾ എന്ത് പഠിച്ചാലും ഇപ്പോൾ നമ്മൾ മെംബ്രെയിനാണ് പഠിക്കണമെങ്കിൽ അപ്പോൾ ആദ്യം ഡിഫ്യൂഷൻ എന്താ ഓസ്മോസിസ് എന്താണെന്ന് അറിയാതെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് ഡീപ്പായിട്ട് നോക്കുക. എന്തൊക്കെയാണ്? മൈക്രോസ്കോപ്പ്, ഏതൊക്കെ മൈക്രോസ്കോപ്പ് ഉണ്ട് അതെല്ലാം പഠിക്കുക. അതും നമുക്ക് മാച്ച് ദ ഫോളോയിങ് എല്ലാത്തിൻ്റെയും യൂസസ് കാര്യങ്ങൾ നോക്കിക്കോളുക. നമ്മളിപ്പോൾ നിങ്ങളിങ്ങനെ ചവറ് പോലെ പഠിച്ച് പോയി കഴിഞ്ഞ ശേഷം അവസാനം ഫേസ് കോൺട്രാസ്റ്റ് എന്തിനാണ് യൂസ് ചെയ്യണത് അറിയില്ല. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ സെമ്മാണോ ടെമ്മാണോ ഇന്നതിന് യൂസ് ചെയ്യണത് അതും അറിയില്ല. എല്ലാം കൂടി അവിയൽ പരുവം ആവരുത് പഠിച്ചു കഴിയുമ്പോൾ. ഓരോന്നിനും ലാസ്റ്റ് പഠിച്ചു കഴിഞ്ഞ ശേഷം ഇന്നത് ഏതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡീപ്പായിട്ട് അനാലിസിസിന് ഏതാണ് യൂസ് ചെയ്യുന്നത്, ഓക്കെ, പെരിഫറൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലൈവായിട്ടുള്ളതിന് ഏതാണ് യൂസ് ചെയ്യുന്നത്, മനസ്സിലായോ, ഡെഡ് സെൽസിന്, അങ്ങനെ നമ്മൾ ഏതിനാണ് അങ്ങനെയുള്ള ഫുള്ളായിട്ടുള്ള കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് അതിൻ്റെ റെസൊല്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചോളണം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ ശേഷം വരുന്ന ആളാണ് ക്രൊമാറ്റോഗ്രഫി. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പല രീതിയിലുള്ള ക്രൊമാറ്റോഗ്രഫി ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കണം അഡ്സോർപ്ഷൻ വരുന്നത് ഏതിലാണ്, പാർട്ടീഷൻ ടെക്നിക്ക് വരുന്നത് ഏതിലാണ്, അതുപോലെ തന്നെ റിവേഴ്സ് ഫേസ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. അതുപോലെ യൂസസ് നമ്മൾ ഇപ്പോൾ ലിപ്പിഡിന് ഏതാണ് യൂസ് ചെയ്യുന്നത്, ഗ്യാസ് ക്രൊമാറ്റോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കാൻ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ജെൽ പെർമിയേഷൻ. പിന്നെ അതിൻ്റെ ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയുണ്ട്, ഏതൊക്കെയാണ്, ഡിറ്റക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളണം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്, ഇലക്ട്രോഫോറസിസ്. അതിൽ കുറേ കൊടുത്തിട്ടുണ്ട് അവർ അല്ലേ. പേപ്പർ ഇലക്ട്രോഫോറസിസ്, ജെൽ ഇലക്ട്രോഫോറസിസ്, പേജ്, SDS, അഗാറോസ്, ഡിസ്ക് ഇലക്ട്രോഫോറസിസ്, ഹൈ വോൾട്ടേജ്, ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ്, ഐസോ ഇലക്ട്രിക് ഫോക്കസിങ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോരുത്തരും എന്തിനാണെന്നുള്ളത് നോക്കിക്കൊള്ളണം. പിന്നെ അടുത്തത് എന്താണ്, കളറിമെട്രി ബേസിക് ആയിട്ടുള്ളത്. പിന്നെ സ്പെക്ട്രോ ഫോട്ടോമെട്രി, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചോളണം. അതായത് NMR-ഉം MS-ഉം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം. ഓക്കെ, കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് അതിൻ്റെ കെമിസ്ട്രിയൊക്കെ അറിഞ്ഞു വേണം പഠിക്കാനായിട്ട്. ഓക്കെ, അതിൻ്റെ ബയോളജിക്കൽ ആസ്പെക്റ്റും പ്ലസ് കെമിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളണം. ഇപ്പോൾ NMR-ഉം അങ്ങനെയുള്ളതൊക്കെ. പിന്നെ നമുക്ക് എന്താണ്, നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. പലതരത്തിലുള്ള സെൻട്രിഫ്യൂജും ഏതൊക്കെയാണ് അതിൻ്റെ റോട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നമുക്ക് ഇവിടെ ഓട്ടോ റേഡിയോഗ്രഫി വരുന്നുണ്ട്, റേഡിയോ ഐസോട്ടോപ്പിൻ്റെ ഡിറ്റക്ഷൻ. നമ്മളിപ്പോൾ ബയോളജിക്കൽ സ്റ്റഡീസിനൊക്കെ എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും പഠിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർ ഏതൊക്കെയാണ്, നമ്മുടെ റിയ, എലൈസ, PH മീറ്റർ ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഇതിലാണ് നാനോ ടെക്നോളജി. റീസെൻ്റ് ആയിട്ട് എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ നാനോ ടെക്നോളജി. അപ്പോൾ നാനോ സെൻസേഴ്സ് എന്താണ്, നാനോ മെഡിസിൻ എന്താണെന്നൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ DNA എക്സ്ട്രാക്ഷൻ സിസ്റ്റം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എങ്ങനെയാണ്, അതുപോലെ തന്നെ സീക്വൻസർ എന്താണ്, പിന്നെ PCR, ഇതൊക്കെ മോളിക്കുലർ ബയോളജി ടെക്നിക്സിലുള്ളത്. അപ്പോൾ അതിൽ ഈ കാര്യങ്ങൾ മാത്രമല്ല ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് വേറെ വേറെ ഭാഗങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, മോളിക്കുലർ ബയോളജി ടെക്നിക്സ്. അപ്പോൾ പഠിക്കുമ്പോഴത്തേക്കും ടെക്നിക്സ് ഫുള്ള് പഠിക്കുക, സീക്വൻസിങ്ങും കാര്യങ്ങളും എല്ലാം പഠിക്കുക കേട്ടോ. അടുത്തത് ബയോകെമിസ്ട്രി ആൻഡ് പ്ലാന്റ് ഫിസിയോളജി. ബയോകെമിസ്ട്രി കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പ്ലാന്റ് ഫിസിയോളജി ആകെ ഒരു ചെറിയ ഒരു ഏരിയയിൽ അവർ ഒതുക്കിയേക്കുവാണ്. ബോട്ടണീനെ ശരിക്കും ഒതുക്കിയേക്കുവാണ് നമ്മുടെ ഈ സിലബസിൽ അല്ലേ. അപ്പോൾ ബോട്ടണി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും സിലബസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബയോകെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് ഉള്ളത്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കിക്കോളുക. ഐസോമെറിസം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് എത്തുമ്പോൾ അത് മറന്നു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് പഠിച്ചോളണം. എപ്പിമറും ആനോമറും എനാൻഷ്യോമേഴ്സ്, ന്യൂട്ടാറോട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ഓരോന്നിലുള്ള ലിങ്കേജസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കി പോവുക. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തത് ഈ ഹോമോപോളിസാക്കറൈഡ്, ഹെറ്ററോപോളിസാക്കറൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ പ്രോട്ടീൻസിൽ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ
ആദ്യം തന്നെ അമിനോ ആസിഡും പഠിച്ചോളണം അല്ലേ, ഏതൊക്കെ അമിനോ ആസിഡ്, ഏതൊക്കെ ഗ്രൂപ്പ് ഉണ്ട്, ചാർജ്, കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ പ്രോട്ടീൻസ് പഠിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഇപ്പോൾ ആൽഫ ഹെലിക്സും ബീറ്റ പ്ലേറ്റഡും അതുപോലെ തന്നെ നമ്മുടെ രാമചന്ദ്രൻ പ്ലോട്ടൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് നോക്കിക്കൊള്ളണം. നമ്മുടെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പഠിച്ചോളണം കേട്ടോ. പിന്നെ അടുത്തത് എന്താ, ലിപ്പിഡ്സ് അല്ലേ. ലിപ്പിഡ്സിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ നമുക്ക് പറയാം വെളിച്ചെണ്ണയിൽ ഏതാണുള്ളത്, സൺഫ്ലവർ ഓയിലിൽ ഏതാണുള്ളത്, പാം ഓയിൽ ഏതാണുള്ളത്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ പോളി അൺസാച്ചുറേറ്റഡും അതുപോലെ തന്നെ പുഫ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ ഏതൊക്കെയാണ്, ചിലത് ചില കണ്ടീഷനിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡായിട്ട് മാറും, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ഏരിയ നന്നായിട്ട് പഠിച്ചോളൂ. പിന്നെ ന്യൂക്ലിക് ആസിഡ്, അത് നമ്മുടെ DNA സ്ട്രക്ചർ പഠിക്കുക, RNA പറ്റിയും പഠിക്കുക. പിന്നെ അടുത്തത് എന്താ, എൻസൈംസിന് ചിലപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഒക്കെ ചിലപ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓരോ എൻസൈംസും ഓരോ ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എൻസൈം കൈനറ്റിക്സിൽ നമ്മളിപ്പോൾ വിമാക്സും കാര്യങ്ങളും അതിൻ്റെ കുറേ പ്ലോട്ടും അല്ലേ, ഡയഗ്രാംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏതിനാണ്, ഇപ്പോൾ സബ്സ്ട്രേറ്റ് കൂടുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്നു, കുറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, വിമാക്സിനുള്ള ചേഞ്ചും കാര്യങ്ങളും, കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ, അൺകോമ്പറ്റേറ്റീവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളണം. അത് ഒരു കോർ ഏരിയ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ വൈറ്റമിൻസ് സിമ്പിളായിട്ടൊന്ന് പഠിക്കുക, എന്തിലാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ അതിൻ്റെ സ്ട്രക്ചറിൽ ചിലപ്പോൾ എന്താണ്, ഇതിൽ റിംഗ് ആണോ, എത്ര റിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ ചോദിച്ചാൽ എഴുതാൻ പറ്റണം. ഓക്കെ, പിന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൽ നമ്മളെ ഗ്ലൈക്കോളൈസിസിൽ വരുന്ന എൻസൈംസിൽ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ചില എൻസൈംസ് ഏത് മെറ്റലാണ് അവിടെ വരുന്നത്. ഓക്കെ, ചില ആൾക്കാരുണ്ടല്ലോ മഗ്നീഷ്യോ മാംഗനീസും ഒക്കെ വരുന്നുണ്ടല്ലോ, അവർ വേണമല്ലോ, അതൊക്കെ ഒന്ന് നോക്കിക്കൊള്ളാം കേട്ടോ. പിന്നെ നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കെമിയോസ്മോട്ടിക് സിന്തസിസ്, പിന്നെ നമ്മൾ ഗ്ലൂക്കോനിയോജനസിസ് എന്താണ്, ഗ്ലൈക്കോജനസിസ് എന്താണ്, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കുക. പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ ഒക്കെ നോക്കുക. പിന്നെ അമിനോ ആസിഡ് മെറ്റബോളിസം, അതൊക്കെ മിക്കവർക്കും പഠിക്കാൻ ഇഷ്ടമില്ലാത്തൊരു ഏരിയയാണ്, ഒന്ന് നോക്കി പോവുക കേട്ടോ. പിന്നെ ലിപ്പിഡ് മെറ്റാബോളിസം, ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെ ബയോസിന്തസിസ് ഒക്കെ നടക്കുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. ലിപ്പിഡ് മെറ്റബോളിസം നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ്, അത് പഠിക്കുക. പിന്നെ അടുത്താണ് പ്ലാന്റ് ഫിസിയോളജി. ഒരു ഏരിയയിലാണ് കിടക്കുന്നതെങ്കിലും നമുക്ക് ചിലപ്പോൾ ഒരു 2 മാർക്കൊക്കെ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഫോട്ടോസിന്തസിസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ നമ്മുടെ ഫൈറ്റോ ഹോർമോൺസ് എപ്പോഴും മാറിപ്പോകും, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ നമ്മുടെ ഫോട്ടോ പീരിയോഡിസം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം പഠിക്കാം. പിന്നെ അതാ വരുന്നു നമ്മുടെ കോർ ഏരിയ, സെൽ ബയോളജി ആൻഡ് മോളിക്കുലർ ബയോളജി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്, നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാം അല്ലേ. നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് സെൽ ബയോളജിയൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സെൽ ജംഗ്ഷൻസ്, പിന്നെ നമ്മുടെ ഓരോരോ ഓർഗനൽസ് ഒക്കെ ഉണ്ടല്ലോ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതിൽ തന്നെ നമ്മൾ ക്ലാത്രിൻ കോട്ടഡ്, അങ്ങനെയുള്ള വെസിക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ ക്രോമസോം സ്ട്രക്ചറൊക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ക്രോമസോംസിൻ്റെ എപ്പോഴും ഒരു 2-3 മാർക്കൊക്കെ വരുന്ന ഒരു ഏരിയ ആണ് ക്രോമസോംസിൻ്റെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫുള്ള് നോക്കുക. ഇത് പഠിക്കാൻ മിക്കവർക്കും ഇഷ്ടമില്ലാത്തൊരു ഏരിയ ആയിരിക്കും ക്രോമസോംസ്, അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് പഠിച്ചു കൊടുക്കുക. പിന്നെ സെൽ സിഗ്നലിങ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഒന്ന് ഫുള്ളൊന്ന് നോക്കി പോവുക. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ക്വസ്റ്റ്യൻ വന്നത് നമ്മുടെ GPCR എന്നായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ചിലപ്പോൾ അടുത്തത് ചിലപ്പോൾ ഇൻസുലിൻ സിഗ്നലിങ് ആയിരിക്കും ചിലപ്പോൾ വരാൻ പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവുക. പിന്നെ നമ്മുടെ സെൽ സൈക്കിളിൽ നിന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ വരും അല്ലേ, നമ്മുടെ സൈക്ലിൻസും അല്ലേ, CDK, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നമ്മുടെ അപ്പോപ്റ്റോസിസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇഷ്ടംപോലെ മോളിക്കുലാർ ആയിട്ടുള്ള സിഗ്നലും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെയും വരുന്നതാണ്. അപ്പോൾ നമ്മൾ സെൽ സൈക്കിളും അതുപോലെ തന്നെ അപ്പോപ്റ്റോസിസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്യാൻസറിനെ പറ്റി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലും കുറേ നമ്മുടെ ട്യൂമർ അല്ലേ, ഇഷ്ടംപോലെ ജീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്യൂമർ സപ്രസീവ് ജീൻസും അതുപോലെ ഓൺകോജനിക് ജീൻസും അതെല്ലാം പഠിക്കാം. പിന്നെ നമ്മുടെ കോർ മോളിക്കുലർ ബയോളജിയിൽ നമ്മുടെ റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനൊക്കെ പഠിക്കുക. അപ്പോൾ അതിൽ ഓരോരോ എൻസൈംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ DNA പോളിമറേസ് 1, 2, 3 അല്ലേ, യൂക്യാരിയോട്സിൽ എന്താണ്, പ്രോക്യാരിയോട്സിൽ എന്താണ്. ഇപ്പോൾ നമുക്ക് പറയാം 5' 3' ആക്ടിവിറ്റി ഏതിലാണ്, 3' 5' ആക്ടിവിറ്റി, നമ്മുടെ എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പഠിച്ചു പോവുക.
പിന്നെ റെസ്ട്രിക്ഷൻ എൻസൈംസ്, അതിന് നമുക്ക് എപ്പോഴും അതിൻ്റെ കുറേ എക്സാമ്പിൾസും അതുപോലെ നമ്മുടെ 2 രീതിയിലുള്ള ടൈപ്പ് അതിൻ്റെ ആക്ഷൻസൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നോക്കുക. അതായത് ബ്ലണ്ടൻറ്റും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പഠിക്കുക. ഓക്കെ, നമ്മൾ കട്ട് ചെയ്യണതൊക്കെ ഉണ്ടല്ലോ, സ്റ്റിക്കിയും കൊഹസീവും അല്ലേ, ബ്ലണ്ടും, അതായത് സ്റ്റിക്കി ആൻഡ് കൊഹസീവ് ഒന്ന് തന്നെ, പിന്നെ ബ്ലണ്ടൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ എന്താണ്, നമ്മുടെ പ്രൊമോട്ടറിനെ പറ്റിയൊക്കെ ഒന്ന് പഠിക്കുക. നമ്മൾ പല രീതിയിലുള്ളതൊക്കെ പഠിക്കുന്നുണ്ട്, അതെല്ലാം പഠിക്കുക. പിന്നെ എന്താണ്, ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്, ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റേഴ്സ് അങ്ങനെയുള്ളതൊക്കെ പഠിക്കുക. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ സുവോളജി ബോട്ടണിക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരിക്കും. പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ഓഫ് RNA അങ്ങനെയുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ ഇപ്പോൾ ചില ബയോടെക്നോളജി സ്റ്റുഡൻസും അതുപോലെ തന്നെ പിന്നെ ബയോളജിക്കൽ സയൻസ് അങ്ങനെയുള്ളവർക്ക് ചിലവർക്ക് എക്വലൻസി കിട്ടിയതുണ്ടാവും അല്ലേ, ബോട്ടണി സുവോളജി ആയിട്ട്. അങ്ങനെയുള്ളവർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ നമ്മുടെ എന്താണ്, ജനറ്റിക് കോഡിലും എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ സ്റ്റോപ്പ് കോഡ് ഏതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ കുറേ അധികം പഠിക്കാനുണ്ട്, ടെട്രാഹൈമിനയിലൊക്കെ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ കോഡോണിൻ്റെ ഇച്ചിരി ചില കോഡോൺ അവർക്ക് വേറെ രീതിയിലാണ്, അതെല്ലാം നോക്കുക. പിന്നെ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, പോസ്റ്റ് ട്രാൻസ്ലേഷൻ മോഡിഫിക്കേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കുറച്ച് ആൾക്കാർ കിടക്കുന്നതുണ്ട്, നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് കിടപ്പുണ്ട്, ഇവരുടെയൊക്കെ എങ്ങനെയാണ് ഇൻഹിബിറ്റ് ചെയ്യണത്. ഓക്കെ, അവർ പ്രോട്ടീൻ സിന്തസിസിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ നന്നായിട്ട് പഠിക്കുക, എവിടെ ഏത് സൈറ്റിൽ. ഓക്കെ, അത് പഠിക്കുക. പിന്നെ ഇവിടെ നിന്ന് കണ്ടോ, നമ്മുടെ റോൾ ഓഫ് ക്രോമാറ്റിൻ, നമ്മൾ ക്രോമസോമിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പുറത്തുള്ളത് അപ്പുറത്തും അപ്പുറത്തുള്ളത് ഇപ്പുറത്തും ഒക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരിക്കും. നമുക്ക് ഒത്തിരി ഡീപ്പായിട്ട് പഠിക്കാനുള്ള ഒരു പെരിഫറലായിട്ട് പോകേണ്ട ഒരു ഏരിയ ആണ്. ഓക്കെ, യൂക്കാരിയോട്ടിക് ജീനോം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളെപ്പോഴും മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, സാറ്റലൈറ്റ് DNA, ജങ്ക് DNA, അത് നമ്മൾ ചിലപ്പോൾ പഠിച്ചാലും മാറിപ്പോകും. അതായത് ഒരു ഇപ്പോൾ നിങ്ങളിപ്പോൾ സുവോളജി ബോട്ടണിക്കാർക്കൊക്കെ ചിലപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തൊരു ഏരിയ ആയിരിക്കും അത്. ഓക്കെ, അതായത് പഠിച്ചാലും മറന്നു പോകാൻ സാധ്യതയുള്ള ഏരിയ. ഓക്കെ, ബാക്ടീരിയോഫേജും അങ്ങനെ DNA തന്നെയാണ് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പോകുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. നമ്മുടെ ട്രാൻസ്പോസിബിൾ എലമെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ എല്ലാം ഒന്ന് നോക്കി പോവുക, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നോക്കുക. പിന്നെ നമുക്ക് ജീനോമിക് റീകോമ്പിനേഷൻ അല്ലേ, ഇത് ഈസിയാണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എല്ലാവർക്കും പഠിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും, അത് പഠിക്കുക. പിന്നെ അടുത്തത് 6 മാർക്ക് പിന്നെയും അല്ലേ, ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ ബയോളജി. ശരിക്കും പറഞ്ഞാൽ ഒരു മോളിക്കുലർ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജിയൊക്കെ പഠിക്കുന്ന ആ രീതിയിൽ പഠിക്കുന്ന ആളുകൾക്ക് പറ്റിയ ഒരു സിലബസ് ആയിരുന്നു. കാരണം അവർ ബോട്ടണി സുവോളജിയൊക്കെ കുറച്ചിട്ട് ഈ ഏരിയയാണ് കൂടുതൽ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ RDNA ടെക്നോളജി എന്തൊക്കെയാണ്, നമ്മുടെ വെക്റ്റർ, അതിൽ തന്നെ പ്ലാന്റ് വെക്റ്ററും ആനിമൽ വെക്റ്ററും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. കുറച്ചധികം ഉണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈം നേരത്തെയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് 2 പ്രാവശ്യം വരുന്ന ആൾക്കാരൊക്കെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കുക. ഓക്കെ, അവരെ നോക്കുക അല്ലേ. അപ്പോൾ നിങ്ങളതിൻ്റെ PDF എടുത്തിട്ട് ഇപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം നോക്കുക, 2 പ്രാവശ്യം വന്നിട്ടുണ്ടോ, പഠിച്ചത് നന്നായിട്ട്. കാരണം 2 ഏരിയയിലും മാർക്ക് ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താ കുറച്ച് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, DNA മോഡിഫൈയിങ് എൻസൈംസ്, PCR. ഓക്കെ, ഇവിടെയും വന്നിട്ടുണ്ട്. PCR നമ്മൾ നേരത്തെയും നമ്മൾ ടെക്നിക്സിലും വരുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ നമുക്ക് എന്തായാലും പഠിക്കുക. ഓക്കെ, മോളിക്കുലാർ മാർക്കേഴ്സ് ഒക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, സീക്വൻസിങ് മെത്തേഡ് ഇതൊക്കെ ഇൻസ്ട്രുമെൻറ്റേഷനും വന്നേക്കുന്നതാണ്. നമ്മുടെ ജീൻ ഐസൊലേഷനും ഷോർട്ട് ഗൺ മെത്തേഡ്, ജീനോമിക് ലൈബ്രറീസ്, CDNA ലൈബ്രറീസ് ഇതൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു, നോക്കി പോവുക. മാക്സിമം ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ അതിൽ നിന്ന് നോക്കി പോവുക. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്, പിന്നെ നമ്മുടെ ബ്ലോട്ടിംഗ് മെത്തേഡ്സ് അതൊക്കെ പഠിക്കാം. പിന്നെ പ്ലാന്റ് ബയോടെക്നോളജി ഇവിടെ ചെറിയ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. എന്താണ്, നമ്മുടെ ടിഷ്യൂ കൾച്ചർ മെത്തേഡ്സും പിന്നെ നമ്മുടെ സൊമാറ്റിക് എംബ്രിയോജനസിസ്, ഹാപ്ലോയിഡ് പ്രൊഡക്ഷൻ, പ്ലാന്റ് ബ്രീഡിങ്. ഓക്കെ, അതിൻ്റെ ഇമ്പാക്ട്സ് ഇൻ പ്ലാന്റ് ബ്രീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ തന്നെയാണെങ്കിൽ ചിലപ്പോൾ ബേസിക് ആയിട്ടുള്ള ഓരോ സയൻറ്റിസ്റ്റൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഓരോരോ ഇപ്പോൾ MS മീഡിയം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതും തുടങ്ങി വെച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ഏരിയയിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് കേട്ടോ.
പിന്നെ എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി. ഓക്കെ, അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ എന്തൊക്കെയാണ് IPR, ബയോസേഫ്റ്റി, പേറ്റൻറ്റ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. പിന്നെ ബയോസേഫ്റ്റി ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി റിസർച്ച് ആക്ടിവിറ്റി അല്ലേ, അതിൻ്റെ ജനറൽ ഗൈഡ് ലൈൻസ്, ബയോസേഫ്റ്റി പ്രോട്ടോകോൾ, ബയോ എത്തിക്സ്. ഓക്കെ, ഈ ഏരിയയൊക്കെ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു ഏരിയ ആയിരിക്കും, പക്ഷെ നോക്കുക. ഓക്കെ, ഇവരിവിടെ എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അണ്ടറിൽ കൊണ്ടുപോയിട്ടേക്കുന്നത് എന്താണ്? എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി അല്ല, അല്ലേ? എന്താണ് ഇട്ടേക്കുന്നത്? IPRും ബയോസേഫ്റ്റിയും ബയോ എത്തിക്സ് ഒക്കെയാണ്. ഓക്കെ, ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇപ്പോൾ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എൻവയോൺമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന. എങ്ങനെയാണ് നമ്മൾ ബയോടെക്നോളജി യൂസ് ചെയ്ത് എൻവയോൺമെൻറ്റിനെ അല്ലേ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതാണ് എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബയോ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സും പല കാര്യങ്ങളിൽ വരുന്നുണ്ട്, നോക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഓരോരോ ടൂൾ ഉണ്ടല്ലോ, നമ്മൾ പ്രോട്ടീൻ ഏതാണ് യൂസ് ചെയ്യുന്നത്, ന്യൂക്ലിക് ആസിഡിന് ഏതാണ് യൂസ് ചെയ്യണത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ ഓരോ സോഫ്റ്റ്വെയറും. അപ്പോൾ അത് പഠിക്കാതെ പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ക്വസ്റ്റ്യൻ വരും. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ എല്ലാം നോക്കുക. പിന്നെ ജെനറ്റിക്സ്, അപ്പോൾ അതിൽ നമ്മൾ മെൻഡേലിയൻ പ്രിൻസിപ്പിൾസ് ഒക്കെ നോക്കുക. പിന്നെ നമ്മൾ ഇവിടെയും കണ്ടോ ക്രോമസോംസ് ഒക്കെ പിന്നെ ഇവിടെയും വരുന്നുണ്ട്, അതെല്ലാം ഒന്ന് നോക്കുക കേട്ടോ. ക്രോമസോംസ് എല്ലാം ഉണ്ട്. അപ്പോൾ ക്രോമസോം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. പിന്നെ നമുക്ക് DNA സ്ട്രക്ചർ, ഓക്കെ, ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് ഡബിൾ ഹെലിക്സ്, അത് നമ്മൾ നേരത്തെ നോക്കി തന്നെയാണ്. ഓക്കെ, ജീൻ സിന്തസിസ് ഇൻ വിട്രോ, അതുപോലെ തന്നെ സയൻറ്റിസ്റ്റുമാരുടെ, നമുക്ക് ഇതിൽ ഇപ്പോൾ കുറേ സയൻറ്റിസ്റ്റുമാരുടെയും വേണമെങ്കിൽ ഓരോ ടൈം കോയിൻ ചെയ്തതോ അതുപോലെ തന്നെ ഓരോന്നും കണ്ടുപിടിച്ചതോ അതും കൂടെയൊക്കെ നോക്കുക കേട്ടോ. ഓരോ ടെക്നിക്സും പഠിക്കുമ്പോഴത്തേക്ക് ആരാണത് കണ്ടെത്തിയത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടി വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ജനറ്റിക് മാപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നമുക്ക് വരുന്നത് മൈക്രോബിയൽ ജനറ്റിക്സ്, അതായത് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ, കോഞ്ചുഗേഷൻ അങ്ങനെയുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലൈസോജനി, ലൈറ്റിക് സൈക്കിൾ അങ്ങനെയുള്ളതൊക്കെ നോക്കുക. ഓക്കെ, ജെനറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. പോളിജനിക് ഇൻഹെറിറ്റൻസ്. അടുത്തത് മൈക്രോബയോളജി, എക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മൈക്രോബയോളജിയിൽ എല്ലാം പഠനം ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ബാക്ടീരിയൽ സെൽ വാൾ, പെപ്റ്റിഡോൾ, ഗ്ലൈക്കൻ, പിന്നെ മൈക്രോബിയൽ ന്യൂട്രീഷൻ, കൾച്ചർ മീഡിയ, മൈക്രോബിയൽ ഗ്രോത്ത്, അങ്ങനെ ഫുള്ളും മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഈ ഏരിയയിൽ നിന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോവുക. പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. മെഷർമെൻറ്റ് ഓഫ് സെൽ മാസ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല മൈക്രോബിയൽ ഡിസീസസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഡിസിൻഫെക്റ്റൻ്റ് യൂസ് ചെയ്തിട്ടുള്ള, അതായത് കൺട്രോൾ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, അങ്ങനെയുള്ള എല്ലാം മൈക്രോബയോളജിയിലെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ന്യൂട്രീഷനും എല്ലാം ഉണ്ട്. പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ആൻറ്റിബയോട്ടിക്സ് നമ്മൾ നേരത്തെ നമ്മുടെ ട്രാൻസ്ലേഷനിലും നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ നന്നായിട്ട് പഠിക്കുക, ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കേട്ടോ. പിന്നെ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, ഇവിടെ എൻവയോൺമെൻറ്റൽ നമ്മുടെ മൈക്രോബയോളജി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൈക്രോബിയൽ അനാലിസിസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, മൈക്രോബിയൽ ബയോ റെമഡിയേഷൻ. നമ്മൾ നേരത്തെ എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജിയോ അല്ലേ, എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി ഒന്നും അല്ലായിരുന്നു, IPR കാര്യങ്ങളൊക്കെയാണ് കൊടുത്തുവെച്ചത്. അപ്പോൾ ഈ ഏരിയ വന്നിട്ടുണ്ട് എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി. ഓക്കെ, എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി, ബയോടെക്നോളജി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം സിമിലറാണ്. അപ്പോൾ ആ ഏരിയയൊക്കെ പഠിക്കുക. ഓക്കെ, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ എക്കോളജി നോക്കാനുണ്ട്. എങ്ങനെയാണ് നമ്മൾ എക്കോസിസ്റ്റം മോണിറ്ററിങ്ങും റിമോട്ട് സെൻസിങ്ങും അങ്ങനെയുള്ളതൊക്കെ. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ അപ്ലൈഡ് എക്കോളജിയിലെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, അതെന്തായാലും ക്വസ്റ്റ്യൻ വരും. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ട എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി. ഓക്കെ, ആൻഡ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് വാട്ടറൊക്കെ. ബയോ റിയാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബയോ റെമഡിയേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ എക്കോളജിക്കൽ ഫുട് പ്രിൻറ്റ്, കാർബൺ ഫുട് പ്രിൻറ്റ് അതൊക്കെ നോക്കുക. കാർബൺ ക്രെഡിറ്റ് ഒക്കെ നോക്കുക. ഓക്കെ, അങ്ങനെ എക്കോളജിയുടെ കാര്യങ്ങൾ, ഡീഫോറസ്ട്രേഷൻ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, നമ്മുടെ കുറച്ച് ഓരോരോ ആക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ പഠിക്കാൻ പറ്റുന്നവരൊക്കെ അതൊക്കെ പഠിക്കുക. ഓക്കെ, എയർ ആക്ട്, അതുപോലെ തന്നെ വാട്ടർ ആക്ട്, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, അറ്റ്ലീസ്റ്റ് ഏത് ഇയറിലാണെങ്കിലും എന്നുള്ളതൊക്കെ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഓരോരോ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ഓർഗനൈസേഷനൊക്കെ ഉണ്ടല്ലോ, IUCN അങ്ങനെയുള്ളതൊക്കെ ഒന്ന് പഠിക്കുക. WWF അങ്ങനെയുള്ളതൊക്കെ പഠിച്ചു നോക്കുക കേട്ടോ. പിന്നെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ബോട്ടണിയിലുള്ള റീസെൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇവിടെ എന്തും ചോദിക്കാം, 1 മാർക്കേ ഉള്ളൂ.
അടുത്തത് നമുക്ക് സുവോളജിയിൽ ആനിമൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, എവല്യൂഷൻ ഉണ്ട് അല്ലേ. അതായത് ആ മോഡ്യൂൾ 1 ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് 5 മാർക്ക് കിട്ടും. അപ്പോൾ ഇതിൽ മിക്കപ്പോഴും ചിലപ്പോൾ സ്പീഷ്യസ് നെയിമൊക്കെ വരും, ഏത് ഫൈലത്തിലുള്ളതാണ്, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? പോറിഫെറ, സ്നിഡേറിയ, സ്റ്റീനോഫോറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോവറും പഠിക്കാനുണ്ട്. പിന്നെ എന്താണ്, കോർഡേറ്റ്സും പഠിക്കാനുണ്ട്. അപ്പോൾ അത് നോക്കുക കേട്ടോ. പിന്നെ എവല്യൂഷനിൽ എല്ലാം പഠിക്കാനുണ്ട്, ഒന്നും വിടാനില്ല, ഫുള്ളായിട്ട് പഠിക്കുക. ജിയോളജിക്കൽ ടൈം സ്കെയിൽ, ഹാർഡി, വെയിൻബർഗ്, ലോഗ്. എക്കോളജി, എവല്യൂഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ മാക്സിമം വരാൻ പറ്റുക ഒരു ഏരിയയാണ്. അപ്പോൾ അത് പഠിക്കാം. പിന്നെ ബയോഫിസിക്സ് നമ്മൾ നേരത്തെയും നോക്കിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബയോഫിസിക്സ് ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. പിന്നെ അടുത്താണ് ആനിമൽ ഫിസിയോളജി, 12 മാർക്കുണ്ട് അല്ലേ, നന്നായിട്ട് പഠിക്കുക. ന്യൂട്രീഷൻ ഫുള്ള് പഠിക്കുക, ഇഷ്ടംപോലെ ഉണ്ട്. ഹോർമോൺ അതായത് എൻഡോക്രൈനോളജി എന്നുള്ളൊരു ഏരിയ നന്നായിട്ട് പഠിക്കുക. കാരണം എല്ലാത്തിനും ഹോർമോൺ ഉണ്ട്. അപ്പോൾ നമ്മളെന്താ, ന്യൂട്രീഷൻ, ഡൈജസ്റ്റ് സിസ്റ്റത്തിൽ അല്ലേ എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഹോർമോൺ. കിഡ്നിയിൽ അല്ലേ ഓരോ കാര്യങ്ങളും റീഅബ്സോർപ്ഷനും സെക്രേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന എന്താണ്, കുറേ ഹോർമോൺ ഉണ്ട് അല്ലേ, ADH-ഉം റെനിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹാർട്ടിൽ അല്ലേ എന്താ നമ്മുടെ ANP, അങ്ങനെ ഓരോ ഇതിലും നമ്മുടെ ഹോർമോൺസ് വരുന്നതുകൊണ്ട് ഹോർമോൺസ് നന്നായിട്ട് പഠിച്ചോളണം കേട്ടോ. അപ്പോൾ ന്യൂട്രീഷൻ പഠിക്കുക. പിന്നെ നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം കുറച്ചധികം പഠിക്കാനുണ്ട്. നമ്മുടെ കൗണ്ടർ കറന്റ് സിസ്റ്റവും അതുപോലെ തന്നെ ഹോർമോണും പിന്നെ നമ്മുടെ റീനൽ കോർപ്പസ്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളും നന്നായിട്ട് പഠിക്കുക. പിന്നെ ക്ലിയറൻസ് വാല്യൂ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. റീനൽ ക്ലിയറൻസ് ഒക്കെ എന്താണെന്നൊക്കെ പഠിക്കുക. പിന്നെ ആൽക്ലോസിസിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെ അത് കറക്റ്റാക്കാം, അസിഡോസിസിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക കേട്ടോ. അതുപോലെ തന്നെ മാക്കുല ഡെൻസ അങ്ങനെയുള്ളതൊക്കെ നോക്കുക. പിന്നെ റെസ്പിറേറ്ററി സിസ്റ്റം ഫുള്ളായിട്ട് പഠിക്കുക. ഇവിടെ നമ്മുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം അങ്ങനെയുള്ള കാര്യങ്ങൾ, റെസിഡ്യുവൽ വോളിയം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ഗ്രാഫൊക്കെ ഉണ്ടല്ലോ ഷിഫ്റ്റ് ചെയ്യുന്നത്, അതെല്ലാം നോക്കുക കേട്ടോ. പിന്നെ കണ്ടോ ഇവിടെ റെഗുലേഷൻ ഉണ്ട്, ന്യൂറൽ ആൻഡ് കെമിക്കൽ റെഗുലേഷൻ, അത് പഠിക്കുക. പിന്നെ നെർവ് സിസ്റ്റം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുക, കാരണം 12 മാർക്കുണ്ട്. ഓക്കെ, നമ്മുടെ ബ്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ, സെറിബ്രൽ ലോബൊക്കെ ബോട്ടിക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, സുവോളജിക്കാർക്ക് ചിലപ്പോൾ ഈസി ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കുക. സെറിബ്രൽ കോർട്ടെക്സ് അങ്ങനെ ഓരോന്നും. പിന്നെ അതിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്, ഏതൊക്കെ ഡിസീസാണ് വരുന്നത്, മെമ്മറിയൊക്കെ എപ്പോഴും പഠിക്കുന്നതാണ് അല്ലേ, പഠിക്കേണ്ട സ്റ്റുഡൻസ് എപ്പോഴും പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം മെമ്മറിയൊക്കെ എന്തായാലും പഠിക്കുക. പിന്നെ നമ്മുടെ നെർവ് സിസ്റ്റം പഠിക്കുക അല്ലേ, നെർവ് സിസ്റ്റം. പിന്നെ സ്പെഷ്യൽ സെൻസ് വിഷൻ അല്ലേ, റോഡ്സ് ആൻഡ് കോൺസ്, ഫോട്ടോ റിസെപ്റ്റർ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ റെറ്റിനയിലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഏരിയ ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയത് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ കാർഡിയോ വാസ്കുലർ സിസ്റ്റം, ഹാർട്ടിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ കാർഡിയാക് സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ കുറേ പേസ് മേക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ വാൽവ്സ് ഒക്കെ ഉണ്ടല്ലോ, സെമി ലൂണാർ വാൽവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിൽ നിന്നാണ്, AV അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക. പിന്നെ ലിംഫാറ്റിക് സിസ്റ്റം ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവുക. പിന്നെ മസിൽ ഫിസിയോളജിയിലെ കോൺട്രാക്ഷൻ, മോളിക്കുലാർ മെക്കാനിസംസ് ഓഫ് കോൺട്രാക്ഷൻ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ ഡിഫറൻസ് ഒക്കെ ഉണ്ടല്ലോ, സ്കെൽറ്റൽ, സ്മൂത്ത്, കാർഡിയാക് മസിൽ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ ഇത് നോക്കുക, റിഗർ മോട്ടീസ്, മസിൽ ട്വിച്ച്, സമ്മേഷൻ എന്താണെന്ന് നോക്കുക. പിന്നെ എൻഡോക്രൈനോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, പഠിക്കാതെ പോവുകയേ ചെയ്യരുത്. ഓക്കെ, നമുക്ക് പല രീതിയിൽ ഇതിന് മാർക്ക് വരാം, ക്വസ്റ്റ്യൻസ് വരാം, സ്കോർ ചെയ്യാൻ പറ്റും. ഏതിലും എൻഡോക്രൈനോളജി ഉണ്ട്, പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. പിന്നെ റിപ്രൊഡക്റ്റീവ് ഫിസിയോളജി പഠിക്കുക. ഓക്കെ, അതിൽ റിപ്രൊഡക്റ്റീവ് സൈക്കിൾസ് ഒക്കെ അല്ലേ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഹോർമോൺ ലെവലുണ്ട്, ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് പഠിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് പഠിക്കുക. പിന്നെ എൻവയോൺമെൻറ്റൽ ഫിസിയോളജി, തെർമോ റെഗുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. റോൾ ഓഫ് ഹൈപ്പോതലാമസ്, തൈറോയിഡ് ആൻഡ് അഡ്രിനൽ ഗ്ലാൻഡ് ഓക്കെ, അതെല്ലാം നന്നായിട്ട് പഠിക്കുക. പിന്നെ ഇമ്മ്യൂണോളജി 10 മാർക്കുണ്ട്, അത് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ഹെമറ്റോപോയസിസ്, അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റിജൻ ആൻറ്റിബോഡി സ്ട്രക്ചർ, ഇപ്പോൾ നമ്മുടെ BCR ഓക്കെ, അതുപോലെ തന്നെ TCR, പിന്നെ നമ്മുടെ CD4, CD8, MHC, പിന്നെ ഏത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ, ടൈപ്പ് 1, 2, 3, 4 അങ്ങനെയുള്ളതൊക്കെ പഠിക്കുക. പിന്നെ നമ്മുടെ കോംപ്ലിമെൻ്റ് ഉണ്ട് പഠിക്കാനായിട്ട്, അങ്ങനെ എല്ലാം പഠിക്കാനുണ്ട്. ഇമ്മ്യൂണോളജിയിൽ ഫുള്ളും തന്നെ ഉണ്ട് കേട്ടോ.
പിന്നെ നമ്മുടെ ഗ്രാഫ്റ്റ് റിജക്ഷൻ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗ്രാഫ്റ്റ് റിജക്ഷൻ, വാക്സിൻസ് ഉണ്ട്, നമുക്ക് ഓരോന്നിനും യൂസ് ചെയ്യണത്. ഇനി അടുത്തത് ആനിമൽ ബയോടെക്നോളജി. ആനിമൽ ബയോടെക്നോളജി സിമ്പിളായിട്ടുള്ള ഏരിയ ആണ്. ഏതൊക്കെ മീഡിയ ആണ് യൂസ് ചെയ്യണത്, അതിന് നമുക്ക് ഏത് ബയോറിയാക്ടർ ഇവിടെ യൂസ് ചെയ്യാം, അതെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് ക്രയോ പ്രിസർവേഷനും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ട്രാൻസ്ഫെക്ഷൻ മെത്തേഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ആനിമൽ ബയോടെക്നോളജി. ഓക്കെ. പിന്നെ ബയോടെക്നോളജി ഇൻ ഹെൽത്ത് കെയർ അത് നോക്കുക. ഓക്കെ. നമുക്ക് RNAi സൈലൻസിങ്, ജീൻ സൈലൻസിങ്ങും ജീൻ തെറാപ്പിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. മോണോക്ലോണൽ ആൻറ്റിബോഡി അങ്ങനെയുള്ളതൊക്കെ പഠിക്കുക. പിന്നെ അഗ്രികൾച്ചർ അല്ലേ, ഇൻഡസ്ട്രിയൽ ബയോടെക്നോളജി, നമുക്കിവിടെ എങ്ങനെയാണ് ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യണത്, ഓർഗാനിക് ആസിഡ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണത്, വൈറ്റമിൻസ് ഒക്കെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യണത്, അപ്പോൾ ബയോറിയാക്ടറും കാര്യങ്ങളും ഏതിനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ളതൊക്കെ എൻസൈം ഇമ്മൊബിലൈസേഷൻ അങ്ങനെയുള്ളതൊക്കെ പഠിക്കാം. പിന്നെ ഇവിടെ നേരത്തെ നമ്മൾ ട്രാൻസ്ജനിക് പ്ലാന്റ് ബയോടെക്നോളജി പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഏരിയ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. നൈട്രജൻ ഫിക്സേഷനും അതുപോലെ തന്നെ ബയോ ഫെർട്ടിലൈസേഷനും ഓക്കെ, ബയോ പെസ്റ്റിസൈഡും അങ്ങനെയുള്ളതൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ അടുത്തത് ഡെവലപ്മെൻറ്റൽ ബയോളജി ആൻഡ് ഹ്യൂമൻ ജെനറ്റിക്സ്. 10 മാർക്കുണ്ട്, പഠിക്കാതെ പോകരുത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്, നമുക്കിവിടെ ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക് കൺസെപ്റ്റും ജീനോമിക് ഇംപ്രിൻറ്റിങ്, മോർഫോജനറ്റിക് ഗ്രേഡിയൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്യാമറ്റോജനസിസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ, സീ അർച്ചിൻ, മാമൽസ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിവെൻഷൻ ഓഫ് പോളിസ്പെർമി, ഇതിൽ കുറച്ചധികം സിഗ്നലിംഗ് മെക്കാനിസംസ് ഒക്കെ ഉണ്ട്, അത് പഠിക്കുക. പിന്നെ ക്ലീവേജ് ആൻഡ് ബ്ലാസ്റ്റുല ഫോർമേഷൻ, ഗ്യാസ്ട്രുലേഷൻ ഒക്കെ പഠിക്കുക. പിന്നെ നമ്മുടെ ഇവിടെ സെൽ സിഗ്നലിംഗ് തന്നെയാണ് ഈ വന്നിരിക്കുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റൽ ബയോളജിയിലുള്ളത്. അപ്പോൾ നമ്മുടെ RTK പാത്വേ, സ്മാർട്ട് പാത്വേ, VNT, ഹെഡ്ജ് ഹോഗ് പാത്വേ അങ്ങനെയുള്ള എല്ലാം നന്നായിട്ട് പഠിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് ഡെവലപ്മെൻറ്റ് ബയോളജി, അതുപോലെ തന്നെ ഹ്യൂമൻ ജെനറ്റിക്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹ്യൂമൻ ജെനറ്റിക്സിലും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ പഠിക്കുക. പിന്നെ റീസൺ ഡെവലപ്മെൻറ്റ് ഇൻ സുവോളജി. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. സൈപ്രോ SO ബയോളജി ക്ലാസ്സസ് അവൈലബിൾ ആണ്. ക്ലാസ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.